നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 4 ഇഞ്ച് വീതം തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ പലയിടങ്ങളിലും ഗർത്തങ്ങൾ രൂപപ്പെട്ടു. കുഴികൾ അടയ്ക്കാൻ സമയമായില്ലെന്ന നിലപാടിൽ ദേശീയപാത അതോറിറ്റി. മണ്ണൂത്തി നെല്ലങ്കരയിൽ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയ ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ ആൽമരം അപകട ഭീഷണിയാവുന്നു. പുതുക്കാട് ദേശീയപാതയിൽ KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബസ് ഷെൽട്ടർ സ്ഥാപിക്കാമെന്ന വാക്ക് NHAI പാലിക്കുന്നില്ലെന്നാരോപിച്ച് KK രാമേന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ കുടചൂടി സമരം നടത്തി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3-ന് മാർ തോമസ് ലീഹയുടെ ദുഃഖാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പീച്ചി ഡാം തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകൾ 4 ഇഞ്ച് വീതമാണ് തുറന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഡാം തുറന്നത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയുണ്ടായതോടെ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടുന്നത്. മണലി കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെ കഴിഞ്ഞ 12 മുതൽ തന്നെ ചിമ്മിനി ഡാമിൽ നിന്നും അധിക ജലം പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. സ്ലൂയൂസ് വാൽവ് വഴി സെക്കൻഡിൽ 12.72 ഘനമീറ്റർ ജലം പുഴയിലേക്ക് ഒഴുക്കിയിരുന്നു. ശനിയാഴ്ച സെക്കൻഡിൽ 10 ഘനമീറ്റർ ജലം കൂടി അധികമായി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. ഇതോടെ കുറുമാലി പുഴയിൽ നിലവിലുള്ളതിലും കൂടുതലായി 16 മുതൽ 20 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാമെന്ന് അധികൃതർ അറിയിച്ചു. കുറുമാലി കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 76.40 മീറ്റർ ഉയരം വരെ ജലം സംഭരിക്കാവുന്ന ചിമ്മിനി ഡാമിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 വരെ 71.64 മീറ്ററാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയത്. സംഭരണശേഷിയുടെ 77.40% ജലമാണ് ഡാമിലുള്ളത്. പുതുക്കാട് ദേശീയപാതയിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ ബസ് ഷെൽട്ടർ സ്ഥാപിക്കാമെന്ന വാക്ക് NHAI പാലിക്കുന്നില്ലെന്നാരോപിച്ച് KK രാമേന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ കുടചൂടി സമരം നടത്തി. ദേശീയപാത 544-ലെ ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുത്തിയ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിലെ U-ടേൺ നേരത്തെ അടച്ചിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ നിരന്തരമായ അപകടത്തെ തുടർന്ന് U-ടേൺ അടച്ചതിൻ്റെ ഭാഗമായി തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ ഹൈവേയിൽ നിർത്തി ആളുകളെ കയറ്റിയിരുന്നു.
താൽക്കാലികമായ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയതിൻ്റെ ഭാഗമായാണ് യു ടേണുകൾ അടച്ചത്. എന്നാൽ നാളിതുവരെയായിട്ടും താൽക്കാലിക ബസ് സ്റ്റോപ്പ് പണിയുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറായിട്ടില്ല. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതോടെയാണ് MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. പ്രസ്തുത സ്ഥലത്ത് അത്യാധുനിക രീതിയിൽ ബസ് സ്റ്റോപ്പ് പണിയുന്നതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റി NOC നൽകാത്തതിനാൽ പദ്ധതി മുടങ്ങുകയായിരുന്നു. നിരവധി ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർക്കുകയും ബസ് സ്റ്റോപ്പ് പണിയാമെന്ന് NHAI ഉറപ്പു നൽകുകയായിരുന്നു. എന്നാൽ ചർച്ചകളിലെ തീരുമാനം പാലിക്കാത്തതെ തുടർന്ന് KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ CPM കൊടകര ഏരിയ കമ്മിറ്റി കുടചൂടി പ്രതിഷേധിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അൽജോ പുളിക്കൻ, ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ, ഏരിയ കമ്മിറ്റി അംഗവും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ EK അനൂപ് എന്നിവർ പ്രസംഗിച്ചു. സമരത്തെ തുടർന്ന് ടോൾ പ്ലാസ അധികൃതർ സ്ഥലത്തെത്തി ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുമെന്ന് MLAക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് പുതുക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന യാത്രക്കാർ, ഇവിടെ നിന്ന് ബസ് കയറിയിരുന്ന യാത്രക്കാർ, ഈ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിരുന്ന യാത്രക്കാർ അങ്ങോട്ട് KSRTC ബസ് പ്രവേശിക്കാത്ത രീതിയിൽ NHAI അടച്ചു കെട്ടിയതിൻ്റെ ഭാഗമായി അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കാത്തൊരവസ്ഥ വന്നതിൻ്റെ ഭാഗമായി യാത്രക്കാർക്ക് വലിയ ദുരിതം വന്നു ചേർന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ടെങ്കിലും ഒരു ബസ് ഷെൽട്ടർ ഇവിടെ ഉണ്ടാക്കണമെന്ന് നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുത്തെ നമ്മൾ മാത്രമല്ല, എല്ലാവരും പൊതുവിൽ ആവശ്യപ്പെട്ടതാണ്. അതിനടിസ്ഥാനപ്പെടുത്തി നമ്മൾ MLA എന്ന നിലയിൽ കത്തുകൾ കൊടുത്തു, ചർച്ച നടത്തി, കളക്ടർ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി താൽക്കാലികമായ ബസ് ഷെൽട്ടർ ഉണ്ടാക്കാം NHAI ഉറപ്പ് നൽകിയിട്ട് 1 മാസം പിന്നിടുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആമ്പല്ലൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ഗതാഗത പരിഷ്കാരങ്ങൾ NHAI നേതൃത്വം നടപ്പിലാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ ചേർന്നു. ആ യോഗങ്ങളിലെ ഗതാഗതം സുഗമമായി നടക്കുന്നതിന് കൃത്യമായ ഉറപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ആ നാളിതുവരെ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ദുസ്സഹമായ രീതിയിൽ വികസനം വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ദീർഘകാലമായ ഒരു വികസനം സംജാതമാകുമ്പോൾ ഒരു ചെറിയ കാലഘട്ടത്തേക്ക് ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു കാരണവശാലും ഒരു സന്ധി ചെയ്യാതെ ഏറ്റവും മോശമായ രീതിയിൽ ജനങ്ങൾക്കൊരു ജീവിത സാഹചര്യം എടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഈ പ്രദേശത്ത് സ്റ്റാൻഡ് നിർമ്മിക്കണമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. NHAI അതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നതിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർ അത് എടുക്കുന്നതിലൊക്കെ വലിയ കാലതാമസം ഉണ്ടാകുകയാണ്. ഇപ്പോഴും ദേശീയപാതയുടെ ബാലാരിഷ്ടതകൾ പോലും പരിഹരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ജനകീയ സമരത്തിന് MLAക്ക് തന്നെ നേതൃത്വം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ദേശീയപാത അതോറിറ്റിയുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്ത് തോന്നിവാസം ചെയ്താലും ഞങ്ങളോട് ചോദിക്കാൻ അവരുടെ മുകളിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരാളും തയ്യാറാവില്ല എന്നതാണ് ദേശീയപാതയ്ക്ക്. നമ്മുടെ നാടിന്റെ ഓരോ ജനകീയ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് MLA ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. KSRTCയിലേക്കുള്ള ഈ പാത അടയ്ക്കൽ വഴി വൈകുന്നേരമായാലും മറ്റുള്ള സമയങ്ങളായാലും ഓരിച്ചെരിയുന്ന മഴയത്ത് പോലും സ്കൂളിലേക്കും മറ്റാവശ്യങ്ങൾക്കും പോകുന്ന കുട്ടികളടക്കം രക്ഷിതാക്കളടക്കം മഴ കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വേദനാജനകമാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ പലയിടങ്ങളിലും ഗർത്തങ്ങൾ രൂപപ്പെട്ടു. കുഴികൾ അടയ്ക്കാൻ സമയമായില്ലെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിട്ട് 9 മാസം പിന്നിടുകയാണ്. അന്നു മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്ക് ഇന്നും തുടരുന്നു. നടുറോഡിലെ ഗർത്തങ്ങളാണ് ഗതാഗത കുരുക്കിൻ്റെ പ്രധാന കാരണം. റോഡുകളിൽ നെടുനീളൻ കുഴികളാണ്.
വഴിയും കുഴിയും തിരിച്ചറിയാനാവാതെ ദേശീയപാതയിലൂടെ കടന്നുപോകേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ദിനംപ്രതി 70,000 വാഹനങ്ങളാണ് ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ദിനംപ്രതി യാത്രാ ദുരിതം പേറുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് NHAI. യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശവും മുഖവിലക്കെടുത്തില്ല. പലതവണ ജില്ലാ കളക്ടറും ഇടപെട്ടിരുന്നു. എന്നാൽ യാത്രക്കാരുടെ ജീവനും സമയത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ NHAI മുഖം തിരിക്കുകയാണ്. മണ്ണൂത്തി നെല്ലങ്കരയിൽ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയ ഗുണ്ടാസംഘം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. ഒല്ലുക്കര സ്വദേശികളായ കാട്ടുപറമ്പിൽ 34 വയസ്സുള്ള മുഹമ്മദ് അൽത്താഫ്, കാട്ടുപറമ്പിൽ 18 വയസ്സുള്ള അൽ അഹദിൽ, നെല്ലിക്കുന്ന് സ്വദേശിയായ പുത്തൂർ തറയിൽ വീട്ടിൽ 24 വയസ്സുള്ള ഇവിൻ ആന്റണി, മൂർക്കനിക്കര സ്വദേശിയായ പടിഞ്ഞാറ വീട്ടിൽ 22 വയസ്സുള്ള ബ്രഹ്മജിത്ത്, നെല്ലിക്കുന്ന് സ്വദേശിയായ പുത്തൂർ തറയിൽ വീട്ടിൽ 24 വയസ്സുള്ള ആഷ്മീർ ആന്റണി, ചെമ്പുക്കാവ് സ്വദേശിയായ മറിയ ഭവനിലെ 19 വയസ്സുള്ള ഷാർബൽ എന്നിവരെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ആക്രമികൾ പോലീസ് വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നെല്ലങ്കര വൈലോപ്പിള്ളി നഗറിൽ അൽത്താഫ് അഹദ് എന്നിവരുടെ വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കാൻ സുഹൃത്തുക്കളായ ഗുണ്ടകൾ എത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇവരുടെ മാതാവ് ഇതിനെ എതിർത്തതിനെ തുടർന്ന് ഇവർ തൊട്ടടുത്ത ഒഴിഞ്ഞ വീട്ടിൽ ചെന്ന് ആഘോഷം ആരംഭിച്ചു. ആഘോഷത്തിനിടെ സംഘാംഗങ്ങൾ പരസ്പരം തല്ലുണ്ടായി. തുടർന്ന് പുലർച്ചെയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അൽത്താഫ് അഹദ് എന്നിവർ മാതാവിനെ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് മാതാവ് വിവരമറിയിക്കുകയും മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തുകയുമായിരുന്നു. ആദ്യം പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ലഹരി ഉപയോഗം മൂലം മക്കൾ ആക്രമിക്കുമെന്ന ഭയമുണ്ടെന്ന് മാതാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതേസമയം മറഞ്ഞിരുന്ന മറ്റു ഗുണ്ടകൾ സ്ഥലത്തെത്തി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. കൺട്രോൾ റൂം വാഹനവും ഗുണ്ടാസംഘം തകർത്തു. 2 കൊലക്കേസിൽ പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയാണ് പിടിയിലായത്. ആക്രമത്തിൽ പരിക്കേറ്റ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ SI ജയൻ, സീനിയർ CPO അജു എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജിലും CPOമാരായ സനോജ്, ഷിജു, ശ്യാം എന്നിവർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇനി കാണാം സ്പോട്ട് റിപ്പോർട്ടർ. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ ആൽമരം അപകട ഭീഷണിയാകുന്നു. മരത്തിന്റെ വേരുകൾ പടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും നാശത്തിന്റെ വക്കിൽ. തൃക്കൂർ പഞ്ചായത്ത് കല്ലൂർ നായരങ്ങാടി സെന്ററിലാണ് വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആൽമരം നിൽക്കുന്നത്. കാലപ്പഴക്കം മൂലം മരത്തിന്റെ ചില്ലകൾക്ക് ബലക്ഷയമുണ്ട്. ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ച് റോഡിന് കുറുകെയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുകളിലേക്കും സമീപത്തെ ട്രാൻസ്ഫോർമറിലേക്കും ചാഞ്ഞു നിൽക്കുന്നു. കനാലിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി. വേരുകൾ പടർന്ന് സമീപത്തെ കാന അടഞ്ഞ നിലയിലാണ്. ആൽമരത്തിന്റെ വേരുകൾ കയറി സമീപത്തെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നതായി ഉടമ ഷാബു ജോസ് പറഞ്ഞു. സ്ഥാപനത്തിന്റെ അടിത്തറയിലെ ടൈലുകൾക്ക് വിള്ളൽ സംഭവിച്ചു. ഒരിക്കൽ ഇവിടെ ഗ്ലാസ് ഡോറ് തകർന്നു വീണിരുന്നു. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിനകത്തെ സീലിംഗ് അടർന്നു വീണതായും ഷാബു പറഞ്ഞു. ഈ ആലിൻ്റെ വേര് വന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങിന് നല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് കഴിഞ്ഞ ദിവസം വീണു, കഴിഞ്ഞ ദിവസം അതിൻ്റെ സീലിങ്ങുകൾ വീണു. നമുക്ക് ഇവിടെ കടയിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ തന്നെ പേടിയാവണം. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കട അടക്കം മുറിച്ച് മാറ്റണമെന്ന് വേണ്ടപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ അടുത്ത് ട്രാൻസ്ഫോമറുണ്ട്, 11 kV പോവാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തോളം കാര്യം തന്നെ ഉണ്ടാവില്ല. അതേപോലെ ഭയങ്കര അപകടാവസ്ഥയിലാണ്. ഇവിടെ ആൾക്കാർ കടകൾക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവരും ഒക്കെ ഇത് പേടിച്ചിട്ടാണ് മഴ പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ വന്ന് മുറിച്ച് ഇത് ഞങ്ങൾക്കൊരു സംരക്ഷണം തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ സ്ഥാപനത്തിന്റെ മുകളിലേക്ക് അപകടകരമായ രീതിയിലാണ് ആൽമരത്തിന്റെ കൂറ്റൻ ശിഖരങ്ങൾ നിൽക്കുന്നത്. സമീപത്തായി കടന്നുപോകുന്ന 11 kV വൈദ്യുതി ലൈനിനും ട്രാൻസ്ഫോർമറിനും ആൽമരത്തിന്റെ ശിഖരങ്ങൾ ഭീഷണിയാണ്. കാലവർഷത്തിൽ കാറ്റ് അപകടകാരിയായി മാറുമ്പോൾ ഭീതിയോടെയാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ കഴിയുന്നത്. ഈ ആല് വളരെ അപകടാവസ്ഥയിലും ജനങ്ങൾക്കും നാട്ടുകാർക്കും ബിൽഡിങ്ങുകൾക്കും എല്ലാം ഒരു ഭീതിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അത് മുറിച്ചു മാറ്റേണ്ടത് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇനി ഒരു അപകടം ഉണ്ടായതിനു ശേഷം നമ്മളത് മുറിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാവില്ല.
പലതവണ പഞ്ചായത്ത് ഇറിഗേഷൻ അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായും എത്രയും വേഗം മരം പൂർണ്ണമായും മുറിച്ചുമാറ്റി അപകടം ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ അടുത്തൊരു 15 ദിവസം മുമ്പ് ഞങ്ങൾ ഇറിഗേഷനിലേക്ക് പഞ്ചായത്തിലേക്കും ഒരു അപേക്ഷ വെച്ചു. 10-60 പേരുടെ ഒപ്പൊക്കിച്ചിട്ട് അങ്ങനെ പഞ്ചായത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇറിഗേഷൻകാർ വന്നിട്ട് ഇന്നലെ വന്നിട്ട് 2 കൊമ്പ് മുറിക്കാൻ, അതായത് പടിഞ്ഞാട്ടുള്ള കൊമ്പ്, ട്രാൻസ്ഫോമറിൻ്റെ അവിടെയുള്ള കൊമ്പും ഒരു കടയുടെ അവിടേക്കുള്ള കൊമ്പും പിന്നെ ഒരു കൊമ്പ് ബാക്കി നിർത്താൻ പറഞ്ഞു. അത് ഭയങ്കര അപകടം. അത് ഈ 2 കൊമ്പ് പോയി കഴിഞ്ഞാൽ മറ്റേ കൊമ്പ് അപ്പാടുള്ളത്. ഈ ആല് നിൽക്കുന്നതാണ് കാലിൻ്റെ ബണ്ടുമ്പളെ നിൽക്കുന്നത്. അതിന് വേരുന്ന അടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അധികൃതർ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനം അവർക്ക് വന്നാൽ കണ്ടറിയാം, ഇത്തിരി ബോധമുള്ളവർക്ക് കണ്ടറിയാം ഈ സംഗതി അപകടത്തിലാണ് നിൽക്കണതെന്ന്. അതേസമയം മരത്തിന്റെ അപകടകരമായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടികൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു. എന്നാൽ വൈദ്യുതി ലൈനുകൾക്ക് സമീപം അപകട ഭീഷണിയായി നിൽക്കുന്ന മരം പൂർണ്ണമായും വെട്ടിമാറ്റി വഴിയാത്രക്കാരെയും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കൂറ്റൻ ആൽമരം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും നാട്ടുകാർക്കും അപകടഭീതിയായി മാറുകയാണ്. എത്ര തണൽ തരുന്ന മരമാണെങ്കിലും അത് തലയ്ക്ക് മുകളിൽ അപകടകരമായി വളർന്നാൽ വെട്ടിമാറ്റുക തന്നെ വേണം. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റു വാർത്തകളിലേക്ക്. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 മാർ തോമസ് ലീഹായുടെ ദുഃഖറാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് കൊടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ആശീഷ് കീരഞ്ചിറ അറിയിച്ചു. തിരുനാളിന് ഒരുക്കമായി ജൂലൈ 1 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റും. കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 2 ബുധനാഴ്ച രാവിലെ 6:15 കുർബാന, വൈകിട്ട് 6:30 കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളിചുറ്റി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂലൈ 3 രാവിലെ 7 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ്, 8 കുരിശുമുടിയിൽ കുർബാന, 10 ആഘോഷമായ റാസ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദർശനവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഷോജൻ ഡി വിധേയത്തിൽ, കൈക്കാരൻ ജോജു ചുള്ളി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, ജോയിന്റ് കൺവീനർ വർഗീസ് കളത്തിങ്കൽ എന്നിവരും പങ്കെടുത്തു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഗൾഫ് ജോബ് ഫെയറിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് പദ്ധതി വിശദീകരണം നടത്തി. DRPമാരായ CK ബിന്ദു, വിദ്യാധരൻ, CN വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 12, 13 തീയതികളിലായി തൃശൂർ ദേവമാതാ സ്കൂളിലാണ് ഗൾഫ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോക കേരള സഭ, നോർക്ക, KDISC തുടങ്ങിയ ഏജൻസികളുടെ സഹകരണത്തോടെ ഗൾഫ് രാജ്യങ്ങളിൽ ആകർഷകമായ തൊഴിലവസരങ്ങളാണ് ഒരുക്കുന്നത്. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഫിറ്റർ, കാർപ്പന്റർ, ഡ്രൈവർ, സ്റ്റീൽ ഫിക്സർ, ഫോർമാൻ, കൺസൾട്ടന്റ്, എഞ്ചിനീയർ, ഡോക്ടർ, സെയിൽസ്, ഓഫീസ് സ്റ്റാഫ് തുടങ്ങി വിവിധ തരം ജോലികളിലായി SLC യോഗ്യത മുതൽ ഉള്ളവർക്ക് മേളയിൽ അവസരം ലഭിക്കും. ഇന്ന് നമ്മളിവിടെ ഇന്നത്തെ നമ്മുടെ രജിസ്ട്രേഷൻ വിവിധ വിദേശ കമ്പനികളിൽ നിന്ന് ജോലിക്കാരെ ആവശ്യമുള്ള കമ്പനിക്കാർ 13-14 തീയതിയിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന കമ്പനിക്കാരുമായുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂവിലേക്ക് നമ്മുടെ ബ്ലോക്കിലെ ആളുകളെ ആവശ്യമായ ചെറിയ പരിശീലനം അടക്കം കൊടുത്ത് അവരുടെ മുന്നിൽ ഹാജരാക്കി ജോലിക്ക് ആവശ്യമായ സെലക്ഷൻ ലഭ്യമാക്കുക. ഗൾഫിലേക്ക് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നമുക്ക് തൊഴിലവസരങ്ങളുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട് എന്ന് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള മേഖലയിലുണ്ട്. അപ്പോൾ ഈ ഓരോ മേഖലയിലേക്കും നമുക്കിപ്പോൾ പല പല ഏജൻസികൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിൽ പല പല പ്രശ്നങ്ങളുണ്ടാവുന്നു നമുക്കറിയാം. മാത്രമല്ല ഇടനിലക്കാർ പലപ്പോഴും ഈ നമ്മളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ജോലി ആവില്ല അവിടെ ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കൃത്യമായും തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് ആ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളിലൂടെ മാത്രം.
ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കിടപ്പുമുറിക്ക് തീയിട്ട വരന്തരപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്റ്റേഷനിലെ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വരന്തരപ്പള്ളി റൊട്ടിപ്പടി വെട്ടിയാട്ടിൽ വീട്ടിൽ 34 വയസ്സുള്ള തൈരുംകുടം ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്തിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് വളഞ്ഞൂപ്പാടം തുടങ്ങിൽ രവിചന്ദ്രന്റെ വീട്ടിലാണ് ശ്രീജിത്ത് ആക്രമണം നടത്തിയത്. വീടിനോട് ചേർന്നുള്ള മരത്തിലൂടെ വീടിന്റെ മുകൾ നിലയിൽ കയറിയ ഇയാൾ അകത്ത് കോണിപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. ഇയാളുടെ ഭാവമാറ്റം കണ്ട് വീട്ടുകാർ നിലവിളിച്ചതോടെ അയൽവാസികൾ രക്ഷയ്ക്കെത്തുകയായിരുന്നു. ഇതിനിടെ അയൽവാസികളെ ഇയാൾ ആക്രമിക്കാൻ ഒരുങ്ങി. വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി തുടങ്ങി. ഇതോടെ ഇവരെല്ലാവരും ചേർന്ന് ഇയാളെ കിടപ്പുമുറിയിലേക്ക് തള്ളിയിട്ട് മുറി പൂട്ടി. പിന്നീടായിരുന്നു ഇയാൾ മുറിക്കകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ജനൽ ചില്ലുകൾ പൊട്ടിക്കുകയും റൂമിലുണ്ടായിരുന്നവയെല്ലാം തല്ലി തകർക്കുകയുമായിരുന്നു. അലമാരിയിലുണ്ടായിരുന്ന തുണികളും മറ്റും വലിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു. മൊബൈൽ ഫോണും തകർത്തു കളഞ്ഞു. പിന്നീട് പുതുക്കാട് പോലീസ് എത്തി ഇയാളെ പിടികൂടി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, ASI ജോബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രശാന്ത്, ദീപക്, സിവിൽ പോലീസ് ഓഫീസർ സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊടകര ടൗണിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ ദാരുണമായി മരിച്ചതിന് കാരണം കൊടകര പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയും കാര്യക്ഷമതയില്ലായ്മയുമാണെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, പ്രനില ഗിരീശൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അംഗങ്ങളായ പ്രനില ഗിരീശൻ, ഷീബ ജോഷി എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. തലോർ സെന്ററിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ഒല്ലൂർ സ്വദേശിനി ടാലിയുടെ സംസ്കാരം ഞായറാഴ്ച നടക്കും. എടക്കുന്നി സ്വദേശി അരിക്കാടൻ വീട്ടിൽ 44 വയസ്സുള്ള ടാലിയുടെ സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3-ന് തലോർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ നടക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം സംഭവിച്ചത്. അപകടത്തിൽ ടാലിയുടെ മകൾ അന്ന, ലോറി ഡ്രൈവർ കൊല്ലം സ്വദേശി ഉമേഷ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. തൈക്കാട്ടുശ്ശേരി റോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് പ്രവേശിച്ച ലോറിയിൽ തൃശൂർ ഭാഗത്തു നിന്നെത്തിയ മറ്റൊരു ലോറി ഇടിച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന അമ്മയെയും മകളെയും ലോറി ഇടിക്കുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട അന്നയെ ക്രെയിൻ എത്തിച്ച് ലോറി ഉയർത്തിയാണ് പുറത്തെത്തിച്ചത്. അന്നയ്ക്ക് കാലിന് ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ്. മെഡിക്കൽ കോളേജിലെ നേഴ്സായ ടാലി, അരിക്കാടൻ ജോസിയാണ് ഭർത്താവ്. ജോൺ, എൽസ എന്നിവരാണ് മറ്റു മക്കൾ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല നിറയ്ക്കൽ പരിപാടിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും പുസ്തകം ശേഖരിക്കുന്ന പുസ്തകഭിക്ഷ സംഘടിപ്പിച്ചു. സർക്കാർ ജീവനക്കാരനും പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയുമായ S സജിത്ത് വായനശാലയ്ക്ക് പുസ്തകങ്ങൾ കൈമാറി. വായനശാല പ്രസിഡന്റ് VS സുബീഷ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സെക്രട്ടറി NP അഭിലാഷ്, TM ശിഖാമണി, KK സന്തോഷ്, AB ആദർശ്, CS രഞ്ജിത്ത് എന്നിവർ സന്നിഹിതരായി. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷവും പ്രസാദ ഊട്ടും ജൂലൈ 3-ന് നടത്തും. പുലർച്ചെ മുതൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പഞ്ചാരിമേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 10:30 മുതൽ അന്നദാനം, വൈകിട്ട് 6:30 മുതൽ ദീപാരാധന, സമൂഹാരാധന, അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവ ഉണ്ടായിരിക്കും. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാമൃത്യുഞ്ജയ ഹോമവും ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച നടക്കും. 1-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, അത്താഴപൂജ, ബുധനാഴ്ച രാവിലെ 5-ന് നടതുറപ്പ്, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, 6-ന് ഉഷപൂജ, പഞ്ചവിശ്വതി, കലശപൂജ, കലശാഭിഷേകം, രാവിലെ 9-ന് കാഴ്ചശീവേലി, മധ്യാഹ്ന പൂജ, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, സഹസ്രനാമാർച്ചന, അത്താഴപൂജ എന്നിവയാണ് പരിപാടികൾ. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ, മേൽശാന്തി മനോജ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. രാവിലെ 11-ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായ വിതരണവും നടക്കും. KH പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹുസൈൻ അറോണി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പൂജയും ഡേറ്റ് ലോഞ്ചിങ്ങും തൃശ്ശൂരിൽ നടത്തി.
മലയാളം, തമിഴ് ഭാഷകളിലായിട്ടാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത്. സാധാരണക്കാരുടെ സങ്കടവും അതിജീവനവും പ്രണയവും സസ്പെൻസും നിറഞ്ഞ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ചിത്രത്തിന്റെ പ്രമേയം. തന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ പേര് പിന്നീട് അറിയിക്കുന്നതാണെന്ന് സംവിധായകൻ ഹുസൈൻ അറോണി പറയുന്നു. ഗ്രാമീണവാസികളായ ഉറ്റ സുഹൃത്തുക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത്. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 4 ചെറുപ്പക്കാരിലൂടെയാണ് സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. മുകേഷ്, സന്തോഷ് കീഴാറ്റൂർ, പാഷാണം ഷാജി തൃശൂർ, ശിവജി ഗുരുവായൂർ, നസീർ സംക്രാന്തി, ബിനീഷ് ബാസ്റ്റിൻ, റസാഖ് ഗുരുവായൂർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ 3-ാം ദിനവും ഇടിവ്. 1 പവൻ സ്വർണത്തിന് ശനിയാഴ്ച 440 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 71,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 55 രൂപ കുറഞ്ഞ് 8,930 രൂപയിലെത്തി. 1 ഗ്രാം വെള്ളി വില 119 രൂപ 90 പൈസയിലെത്തി. ശനിയാഴ്ചത്തെ നിരക്കനുസരിച്ച് 10 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 89,300 രൂപ വരെ ചിലവ് വരും. 5 പവൻ വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 4,40,000 രൂപ വേണം. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് ഇന്ത്യയിലെ സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ഈ ഘടകങ്ങൾ ഒരുമിച്ച് രാജ്യത്തുടനീളമുള്ള ദൈനംദിന സ്വർണ്ണവില നിർണ്ണയിക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ജില്ലയിൽ നിന്നുള്ള മികച്ച 10 കുടുംബശ്രീ മൈക്രോ സംരംഭകരെ തെരഞ്ഞെടുത്ത് കേരള വിഷൻ അവാർഡുകൾ നൽകി ആദരിക്കുന്നു. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ സംരംഭകർ ജൂൺ 30-നകം അപേക്ഷകൾ സമർപ്പിക്കുക. ജൂലൈ 12-ന് തൃശൂർ DCBLC ഹാളിൽ വൈകിട്ട് 5-നാണ് അവാർഡ് സമർപ്പണം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8086 800 kvprojects24@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,930 രൂപയും പവന് 71,440 രൂപയും രേഖപ്പെടുത്തി. കൊടുങ്ങ പരപ്പൻ ജോൺസൺ മകൻ ബെസ്റ്റിൻ അന്തരിച്ചു. 36 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിനിയാണ് ഭാര്യ. ഏതൻ, ഏബൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 4 ഇഞ്ച് വീതം തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂട്ടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ പലയിടങ്ങളിലും ഗർത്തങ്ങൾ രൂപപ്പെട്ടു. കുഴികൾ അടയ്ക്കാൻ സമയമായില്ലെന്ന നിലപാടിൽ ദേശീയപാത അതോറിറ്റി. മണ്ണൂത്തി നെല്ലങ്കരയിൽ പിറന്നാൾ ആഘോഷിക്കാൻ ഒത്തുകൂടിയ ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ ആൽമരം അപകട ഭീഷണിയാവുന്നു. പുതുക്കാട് ദേശീയപാതയിൽ KSRTC സ്റ്റാൻഡിന് മുൻപിൽ ബസ് ഷെൽട്ടർ സ്ഥാപിക്കാമെന്ന വാക്ക് NHAI പാലിക്കുന്നില്ലെന്നാരോപിച്ച് KK രാമേന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് മുൻപിൽ കുടചൂടി സമരം നടത്തി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3-ന് മാർ തോമസ് ലീഹയുടെ ദുഃഖ്രാന തിരുനാൾ ഊട്ടുതിരുനാളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.